ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൻസിത് ബിഹോനാണ്. പൻസിത് ബിഹോൻ ഒരു ഫിലിപ്പീൻസ് ഡിഷാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ പന്നിയിറച്ചി ക്യൂബായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസായിട്ട് അരിഞ്ഞത് വേണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ചിക്കൻ ലിവറാണ്. ഈ ചിക്കൻ ലിവർ നമ്മൾ കുറച്ച് പെപ്പറും ലെമൺ ജ്യൂസും കൂടെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് സ്ലൈസ് ചെയ്തതും പോർക്ക് ക്യൂബ്സും ഇതേപോലെ തന്നെ പെപ്പറും ലെമൺ ജ്യൂസും മാത്രം വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തൊരു 15 മിനിറ്റ്സ് വെക്കണം. നമുക്ക് ക്യാപ്സിക്കം വേണം, അത് സ്ലൈസ് ചെയ്തത് വേണം. ഗാർലിക് ക്രഷ് ചെയ്തത് വേണം. ഓണിയൻസ് സ്ലൈസ് ചെയ്തത് വേണം. ക്യാബേജ് സ്ലൈസ് ചെയ്തത് വേണം. ക്യാരറ്റ്സ് സ്ലൈസ് ചെയ്തത് വേണം. സെലറി സ്ലൈസ് ചെയ്തത് വേണം. നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കാൾസ്ബർഗിൻ്റെ ഒരു ബിയറാണ്. ഇത് കുക്ക് ചെയ്യാനല്ല, ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ക്ഷീണിക്കുമ്പോൾ കുടിക്കാനാണ്. അടുത്ത് നമുക്ക് വേണ്ടത് റൈസ് ന്യൂഡിൽസാണ്. റൈസ് ന്യൂഡിൽസ് നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഇതൊരു മാതിരി പൂ പോലെ, നമ്മൾ വെള്ളം ഊറ്റി കഴിയുമ്പോൾ നല്ല പൂ പോലെ നിൽക്കും. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ പോർക്ക് ക്യൂബ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിനുശേഷം നമ്മൾ ഇത് വാങ്ങി വെക്കണം. പിന്നെ നമ്മൾ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇതേപോലെ തന്നെ ആ ഓയിലിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തതിന് ശേഷം അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. പിന്നെ അടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് ലിവറാണ്, ചിക്കൻ ലിവർ. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലിവർ നമ്മൾ ആ പാനിലേക്ക് തന്നെ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ലിവർ ഫ്രൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. അടുത്തത് നമ്മൾ ആ പാനിൽ തന്നെ കുറച്ചുകൂടെ ഓയിലിട്ടിട്ട് ക്രഷ് ചെയ്ത ഗാർലിക് അതിലേക്ക് ഇടണം. ക്രഷ് ചെയ്ത ഗാർലിക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ
നമ്മളടുത്ത് നമ്മുടെ അണിയൻസ് ഉള്ളി സ്ലൈസ് ചെയ്ത് ഇടണം. സ്ലൈസ് ചെയ്തൊന്ന് വഴറ്റിയൊക്കെ കഴിയുമ്പോൾ ഒരു പരുവാകുമ്പോൾ നമ്മൾ കുറച്ച് സോയാ സോസ് അതിലേക്ക് ഒഴിക്കും. അടുത്തത് നമുക്ക് വേണ്ടത് ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസ് ഇടുക. പെപ്പർ പൊടി അതിലേക്ക് പിന്നെ ഇടുക. അതിനുശേഷം നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇനിയും നമുക്ക് നമ്മുടെ റൈസ് നൂഡിൽസ് ഇടാൻ സമയമായി. റൈസ് നൂഡിൽസ് നല്ല പൂ പോലുള്ള റൈസ് നൂഡിൽസ് കണ്ടോ? ഈ റൈസ് നൂഡിൽസ് ആ സോസിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഫോൾഡിങ് മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. ഫോൾഡിങ് മെത്തേഡ്. അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് ആദ്യം ക്യാരറ്റ് ഇടുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ സെലറി ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇടുക. അതിനുശേഷം ക്യാബേജ് ഇടുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മീറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലിവർ, പോർക്ക്, ചിക്കൻ ബ്രസ്റ്റ് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക. വെജിറ്റബിൾസൊക്കെ ഒന്ന് കുറച്ച് മാത്രമേ വേഗാവൂ, എന്നാലേ അതിൻ്റെ ഗുണങ്ങൾ പോകാതിരിക്കത്തുള്ളൂ. ടണ്ടണേങ്. സോ ഇതാണ് നമ്മുടെ പൻസിത് ബിഹോൺ. ടേസ്റ്റ് ചെയ്ത് നോക്കൂ, വളരെ നല്ലൊരു ഡിഷാണ്. താങ്ക് യു.